ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തന മേഖലയിൽ സാധാരണഗതിയിൽ കോടതികൾ കടന്നു ചെല്ലാൻ പാടില്ലാത്ത മേഖലയിൽ കോടതികൾ ഇടപെടുന്ന അവസ്ഥ വരുന്നുണ്ട്. കോടതിക്ക് യാതൊരു കാരണവശാലും ചെന്ന് കയറാൻ പാടില്ലാത്തൊരു ഏരിയയാണ്. അതെ, ഭരണഘടന തന്നെ പറയുന്നുള്ള കാര്യം. അതെ, അത് അവിടെ ഒരിക്കലും അവർക്ക് ചെന്ന് കയറാൻ പാടില്ലാത്തതാണ്. നിയമസഭയിൽ ചോദ്യം ചോദിച്ചിട്ട് വിവരം ശേഖരിച്ചു വരുന്നു എന്ന് മറുപടി കിട്ടിയ ഒരു വിഷയത്തിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് കുടിച്ച് അയാൾ ആ മറുപടി നിയമസഭയിൽ കൊണ്ട് കാണിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മന്ത്രി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെ അതെ എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. ഈ വനിതാ സംവരണം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു സങ്കല്പം, അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന അത് വളരെയധികം ശക്തമായി നിലനിൽക്കുന്നത് ഈ ഫീൽഡിലാണ്. നമ്മൾ ഈ ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പ്രസംഗിക്കുന്നത് എളുപ്പമാണ്. സഭയ്ക്കകത്തുള്ള പ്രതിഷേധം എന്ന് പറയുന്ന എല്ലാ അതിരുകളിൽ ലംഘിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ചോദ്യോത്തരവേള പോലും പലപ്പോഴും നടക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഈ ചോദ്യോത്തരവേള ഡിസ്റ്റർബ് ചെയ്യുന്നത് അത് മെമ്പേഴ്സിന് ഉള്ള നഷ്ടമാണത്. ഗവൺമെൻറ്റിന് യാതൊരു നഷ്ടവുമില്ല. അവരുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമാണത്. മധുരമായി എന്ന് പറഞ്ഞൊരു മെമ്പറുണ്ടായിരുന്നു. ഇദ്ദേഹം ചോദ്യങ്ങളിലൂടെയാണ് പ്രഗത്ഭനായത്. മധുരമായി എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ മന്ത്രി വിയർക്കുമായിരുന്നു. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നു നമ്മുടെ രാജ്യത്ത്. ഏത് പൗരനും ഗവൺമെൻറ് സംബന്ധിക്കുന്ന ഏത് കാര്യവും ഒരപേക്ഷ കൊടുത്ത് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതിന് അപ്പീൽ പ്രൊസീജിയർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് വന്നതോടുകൂടി നിയമസഭാ ചോദ്യങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടില്ലേ? അത് ഞാൻ ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. നിയമസഭയിൽ ചോദ്യം ചോദിച്ചിട്ട് വിവരം ശേഖരിച്ചു വരുന്നു എന്ന് മറുപടി കിട്ടിയ ഒരു വിഷയത്തിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് കുടിച്ച് അയാൾ ആ മറുപടി നിയമസഭയിൽ കൊണ്ട് കാണിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മറുപടി ഇത് കിട്ടിക്കഴിഞ്ഞു, വിവരം കിട്ടിക്കഴിഞ്ഞു, ഇവിടെ മന്ത്രി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെ അതെ എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. അതെ അതെ, അത് ശരിയാണത്. പിന്നെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഡീറ്റെയിൽഡായ ഇൻഫർമേഷൻ അതിലൂടെ വരണമല്ലോ. പക്ഷേ സഭയിൽ എന്ന് പറയുമ്പോൾ സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. അതനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽസ് ആവശ്യമുള്ളൊരു ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഈ സ്റ്റാർട്ട് ക്വസ്റ്റ്യനായിട്ട് വരില്ല, അൺസ്റ്റാർട്ടായിട്ട് തന്നെ അത് ആ ഒരു പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് വേറെയാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു കുഴപ്പം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണത്, അങ്ങനെ ഉണ്ടാവുന്നത്. ഈ വനിതാ സംവരണം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു സങ്കല്പം, അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് ഉണ്ടാവേണ്ടതാണ്. കാരണം 50% എന്ന് പറയുന്നത് നമ്മുടെ ഈ പോപ്പുലേഷൻ ഇപ്പോൾ 50% എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ഈ റിസർവേഷൻ ഇല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് വളരെയധികം ഉള്ള ഒരു ഫീൽഡാണിത്. അവിടെ നാച്ചുറലി അങ്ങനൊരു റിസർവേഷൻ, അതിനൊരു സ്കോപ്പ് അവിടെ ഉള്ളതാണ്, അതിന് സംശയമൊന്നും വേണ്ട. പക്ഷേ ഞാനിത് വളരെ ശ്രദ്ധിച്ചിത് വാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ബില്ല് കൊണ്ടുവന്ന സമയത്ത് ആളുകളുടെ റിയാക്ഷൻ, അതിനുശേഷമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ട്. ഈ ബില്ല് പരാജയപ്പെട്ട സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പക്ഷേ 1-2 പാർട്ടിക്കാർ, സോഷ്യലിസ്റ്റ് പാർട്ടി, സമാജ്വാദി പാർട്ടി എന്നൊക്കെ പറയുന്ന അവരാണ് ഇതിനെ ഒപ്പോസ് ചെയ്തത്. അവർ ഒപ്പോസ് ചെയ്തതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ 33% റിസർവേഷനിൽ ഈ OBC എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ റിസർവേഷൻ ഇല്ല. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദു അപ്പർ കാസ്റ്റ് വിമന് വേണ്ടി മാത്രം ഉള്ള ഒരു ഏർപ്പാടാണ്, അവർ മാത്രമേ ഇതിൽ വരുള്ളൂ. അന്ന് ശരത് യാദവ് എന്ന് പറഞ്ഞൊരാൾ ഒരു ഒബ്സർവേഷൻ നടത്തിയത്, അതായത് ഈ ബോബ്ഡ് ഹെയർ ആയിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രം വരാനുള്ള ഒരു പരിപാടിയാണ്. അദ്ദേഹം പറഞ്ഞു അത് കോൺട്രവേഴ്ഷ്യലായി. അന്ന് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നതാണ്. പക്ഷേ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന അത് വെറും ഒരു സങ്കല്പം മാത്രമല്ല, അത് റിയാലിറ്റിയാണ്. അത് വളരെയധികം ശക്തമായി നിലനിൽക്കുന്നത് ഈ ഫീൽഡിലാണ്. അതുകൊണ്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരിക്കലും തയ്യാറാവത്തില്ല അവർ. അത് വാസം പറഞ്ഞാൽ റിവോൾട്ട് വരെ ഉണ്ടാവും ഒരു പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു പൊസിഷൻ എടുത്താൽ. അങ്ങനെയുള്ളൊരു പൊസിഷനാണത്. നമ്മൾ ഈ ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പ്രസംഗിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ ആക്ച്വലി അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ
അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള സൈഡ് നോക്കുമ്പോൾ അത് വലിയ പ്രയാസമായിട്ട് മാറും. അങ്ങനെയാണ്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നും ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ പോയിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ടു സ്കോർ എ പോയിൻ്റ്. അതിനുവേണ്ടിയാണിത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും ഇതിനകത്തൊരു ആത്മാർത്ഥത ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ 50% സ്റ്റേറ്റ്സുകൾ ഇത് ചെയ്യണമല്ലോ, കാരണം അസംബ്ലിയുടെ സീറ്റുകൾ ഒക്കെ മാറുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി 50% സ്റ്റേറ്റുകളുടെ റാറ്റിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും ഇതിന്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. 50% അല്ല, 100%ഉം സ്റ്റേറ്റുകൾ ഇതിനെ റാറ്റിഫൈ ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ഇതിപ്പോൾ ഉടനെ നടക്കുമ്പോൾ ആകാൻ പോകുന്നില്ല. ഇതിൻ്റെ കമൻസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ 2026 കഴിഞ്ഞിട്ടായിരിക്കാം. അതിനുശേഷമുള്ള സെൻസസിന് അതിൻ്റെ ബേസിസിൽ ഹൗസിൻ്റെ സ്ട്രെങ്ത്, അസംബ്ലികളുടെ സ്ട്രെങ്ത് ഇതെല്ലാം ഉയരുമല്ലോ. ഉയർന്നു കഴിയുമ്പോൾ പിന്നെ ഒരുപാട് റീഡെലിമിറ്റേഷനൊക്കെ ഭയങ്കര മാസീവായിട്ടുള്ള ഹെർക്കൂലിയൻ ടാസ്ക്കാണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ 24 ഇലക്ഷനിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആസ് എൻ ഐഡിയ ഐ എം ഇൻ ഫേവർ ഓഫ് ദിസ്. നമ്മുടെ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1/3 റിസർവേഷൻ വനിതകൾക്ക് വേണ്ടി കൊണ്ടുവന്നു. പിന്നെ അത് 50%. അതെ, അത് വളരെ വിജയകരമായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഈ ലോക്സഭ നിയമസഭാ പ്രവർത്തനത്തിൽ സാധാരണക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പ്രിവിലേജ് ലംഘനം എന്ന് പറഞ്ഞ് ഒട്ടേറെ പ്രശ്നങ്ങൾ ഓരോ സഭാ സമ്മേളനത്തിനോടനുബന്ധിച്ചും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്താണ് അതിൻ്റെ ശരിയായ ആ ഐഡിയ എന്താണ്, അതെന്തിനു വേണ്ടിയാണ്, അത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. ഈ പ്രിവിലേജസ് എന്ന് പറയുന്നത് ഒരു സഭ സുഗമമായി നടത്താൻ ആവശ്യമായ ചില പ്രത്യേകമായ അവകാശങ്ങൾ സഭയ്ക്ക് ഉണ്ട്. അത് ആവശ്യമാണ്. അതില്ലെങ്കിൽ സഭ നടത്തിക്കൊണ്ട് പോകാൻ പ്രയാസമായിരിക്കും. കാരണം സഭ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയാണ്, റെപ്രസെൻറ്റേറ്റീവ് ഹൗസാണ്. അപ്പോൾ ഇവിടെ ആളുകൾ ഭയമില്ലാതെ സംസാരിക്കേണ്ട ആവശ്യം വരും. സംസാരിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെയെങ്കിലുമൊക്കെ വിമർശിക്കേണ്ടി വരും. അപ്പോൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രിവിലേജ് ഇല്ലെങ്കിൽ ആൾ എന്നും കേസിനുമായിട്ട് കോടതി പോകേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ നിയമ സംവിധാനത്തിൽ ഡെഫമേഷൻ എന്ന് പറയുന്ന അതൊരു കുറ്റകൃത്യമാണ്. സിവിൽ ഒഫൻസാണ്, അതേസമയത്ത് ക്രിമിനൽ ഒഫൻസ് കൂടാണത്. അപ്പോൾ പിന്നെ 2 വർഷം ജയിലിൽ പോകേണ്ടി വരും. അത് പാടില്ല. അപ്പോൾ സഭയിൽ അംഗങ്ങൾ ഭയമില്ലാതെ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവണം. അതാണ് ഇതിൻ്റെ ബേസിക്കായ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ ദ ഹൗസ്, ദാറ്റ്സ് ഫ്രീഡം ഈസ് അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഡെഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഹൗസിൽ പറഞ്ഞാൽ, ഇഫ് ഇറ്റ് റിമെയിൻസ് ഓൺ റെക്കോർഡ്, നോബഡി ക്യാൻ ഗോ ടു കോർട്ട് ആൻഡ് ടേക്ക് ഹിം ടു കോർട്ട്. അതിൽ ഈ ജഡ്ജിമാരുടെ കോണ്ടാക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മാത്രമേ ഒരു നിയന്ത്രണം അതെ വെച്ചിട്ടുള്ളൂ. അതെ, അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിവിലേജാണത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, കോടതിയിൽ കയറാൻ പാടില്ല, കോടതിയിൽ കയറ്റാൻ പാടില്ല, കോടതിക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല എന്നുള്ളത് അത് വളരെ വ്യക്തമായ ഈ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ ആ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണ്. ഇപ്പോൾ പണ്ട് ഹൗസ് ഓഫ് കോമൺസിൽ പ്രത്യേകിച്ചും ഫ്രീഡം ഫ്രം അറസ്റ്റ് എന്നുള്ളത് അവരാദ്യം അസേർട്ട് ചെയ്ത പ്രിവിലേജസ് 2 ഒന്നിതാ, ഫ്രീഡം ഓഫ് സ്പീച്ച്. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് അവർ അസേർട്ട് ചെയ്യേണ്ടി വന്നത് ഈ സഭയിൽ സംസാരിക്കുന്ന എംപിമാരുടെ, മെമ്പർമാരുടെ എതിരായിട്ട് ആരെങ്കിലും പോയി രാജാവിനോട് പറയുകയും രാജാവ് ഇവരെ പിടിച്ച് ജയിലിടുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. അത് നിരന്തരമായിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇത് അസേർട്ട് ചെയ്യുകയും അവസാനം രാജാവിന് വഴങ്ങി കൊടുക്കേണ്ടി ചെയ്യുകയും വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രീഡം ഫ്രം അറസ്റ്റ്, ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ്. ഈ 2 പ്രിവിലേജസാണ് അവർ ആദ്യം ഏറ്റവും കൂടുതൽ, ഈ ഒരു ബിൽ ഓഫ് റൈറ്റ്സിലൊക്കെ അതാണ് പറയുന്നത്. അത് ആ ബിൽ ഓഫ് റൈറ്റ്സിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു ചരിത്രമാണ്. അപ്പോൾ ഈ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമാണത്. എസ്കിൻ മേ അത് പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ കോളനി ശക്തി, ഇതെല്ലാം അത് ആ ഒരു പോയിൻ്റാണ് അവർ എംഫസൈസ് ചെയ്യുന്നത്. ഫ്രീഡം, ദീസ് പ്രിവിലേജ് ഈസ് നെസസറി ഫോർ ദ ഹൗസസ്. അതാണ്. പിന്നെ
പബ്ലിക്കുമായിട്ടുള്ളൊരു സംഘടന വരുന്നൊരു ഘട്ടമുണ്ട്. അത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അതിങ്ങനെ ഒരു സീസോ ബാറ്റിൽ എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ പോവുകയാണത്. അവിടെ വെസ്റ്റേൺ കൺട്രീസിൽ, പ്രത്യേകിച്ച് ഹൗസ് ഓഫ് കോമൺസിലേക്കുള്ള ട്രെൻഡെന്ന് പറഞ്ഞാൽ ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്യരുത്, സഭ അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവർ ഇപ്പോൾ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ അറസ്റ്റാണ്. അല്ല, ക്രിമിനൽ കേസിൽ അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ലോ അതിനെല്ലാവരും വശംബദ്ധരാണ്. അവർ MPs ആൻഡ് അതേഴ്സ് ആർ ഈക്വൽ ഇൻ ദാറ്റ്. പക്ഷേ സിവിൽ കേസുകളിൽ അറസ്റ്റ് വരുമ്പോൾ അത് ഇത്ര സമയത്തേക്ക് പാടില്ല എന്നൊരു കാര്യമുണ്ട്. 135A ഇത് നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിലുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടുകൊള്ളണം എന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതാണ്. വി ഷുഡ് ഗിവ് അപ്പ് ദിസ് പ്രിവിലേജ്, നോ നീഡ് ഫോർ ദിസ് എന്നൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ഹൗസിൻ്റെ പീനൽ പവേഴ്സ് കുറച്ച് മാത്രമേ ഉപയോഗിക്കാവുന്നുള്ളൊരു ഒരു 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 സ്റ്റേജിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ ഈ പ്രിവിലേജസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഈ പ്രിവിലേജസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളില്ല. എന്താണ് പ്രിവിലേജസ്? ഞാനിവിടെ പറഞ്ഞതുപോലെ ഈ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ അത് എണ്ണപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൻ്റെ പ്രിവിലേജസ് മാത്രമേ നമുക്കുള്ളൂ, അല്ല നമ്മളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഹൗസ് ഓഫ് കോമൺസിൻ്റെ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അത് ദിസ് ആർ ഓൾ ദി ക്യാൻ ബി കൗണ്ടഡ് ഓൺ യുവർ ഫിംഗേഴ്സ്. അത് വിരലെണ്ണാവുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലതൊന്നും ഇവിടെ ആപ്ലിക്കബിളും അല്ല. ഇപ്പം ഫ്രീഡം ഓഫ് ആക്സസ് ടു ദി സോവറീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ഒന്നും ബാധകമല്ല. അതുപോലെ തന്നെ ഈ ഹൗസിൻ്റെ കോമ്പസിഷനെ കുറിച്ചുള്ള ഫ്രീഡം അത് നമുക്കില്ല. അത് ഭരണഘടനയും അതുപോലെ തന്നെ നമ്മുടെ നിയമവും ഒക്കെ അതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പം ഹൗസിനൊന്നും ആ പവേഴ്സൊന്നുമില്ല. പക്ഷേ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്, ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്, പിന്നെ അല്ലാതെ ഈ ഈ കൺറ്റെംപ്റ്റ് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് പറയുന്നെങ്കിലും കൺറ്റെംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം പ്രിവിലേജസ്. കാരണം അത് നമ്മൾ ഇവോൾവ് ചെയ്ത് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണത്. ഇപ്പം കൺറ്റെംപ്റ്റ് എന്ന് പറയുന്നത് ഹൗസ് പറയുന്നതാണ് കൺറ്റെംപ്റ്റ്. കോർട്ട് പോലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യു ഹാവ് ദ റൈറ്റ് ടു ഡിസൈഡ്, വി വോണ്ട് ഇൻ്റർഫിയർ ഇൻ ദാറ്റ്. അപ്പോൾ അത് വെച്ച് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. പലതും കൺറ്റെംപ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇംപ്ലിക്കേറ്റ് പീപ്പിൾ മോർ ആൻഡ് മോർ എന്നുള്ളതുണ്ട്. അതല്ലാതെ ഇതിനൊരു മിസ്യൂസ് എന്ന് പറയുന്നത് പല ലെജിസ്ലേറ്റേഴ്സും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് പ്രിവിലേജ് മൂവ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ അവരുടെ ഈഗോ ഹർട്ട് ചെയ്തോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രിവിലേജ്. ഒരാൾ ഒരു ലെജിസ്ലേറ്റർ വെളിയിൽ പോയി ആരെങ്കിലുമായിട്ട് അടിപിടിയിട്ട് ബഹളം വെച്ചിട്ട് അയാൾക്കെതിരായിട്ട് പ്രിവിലേജ് മൂവ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഒരു MP അല്ലെങ്കിൽ MLA ഹൗസിലേക്ക് വരുന്ന സമയത്ത് അയാളെ ഒബ്സ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രീച്ച് ഓഫ് പ്രിവിലേജാണ്, തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയാൽ അത് കൺറ്റെംപ്റ്റ് ഓഫ് ദ ഹൗസ് ആണെന്നാണ് വെയ്പ്പ്. പക്ഷേ നമ്മൾ അതിനുള്ള നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, നിയമമല്ല റൂൾ. ആ റൂള് അനുസരിച്ച് വളരെ അഗ്രവേറ്റഡ് ഫോമിലുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ നടന്നാൽ ഹി ക്യാൻ ബി സസ്പെൻഡഡ്. പക്ഷേ സസ്പെൻഷൻ തന്നെ ലിമിറ്റ് ഫോർ എ ലിമിറ്റഡ് പീരിയഡ്, അതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റൂൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രിവിലേജിൻ്റെ പ്രസക്തി അവിടെ ഇല്ലാതെ, കണ്ടംപ്റ്റ് ഓഫ് ദി ഹൗസ് എന്നുള്ള അതിൻ്റെ ആ ഒരു പ്രസക്തി ഇല്ലാതായി മാറി. അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞ് മോഷൻ മൂവ് ചെയ്ത ആളെ സസ്പെൻഡ് ചെയ്യാം കുറേ സമയത്തേക്ക്, അങ്ങനെ ചെയ്യാം. കാരണം റൂൾ അനുസരിച്ച് സസ്പെൻഷനും ഈ കണ്ടംപ്റ്റ് ഉള്ള ഹൗസിൻ്റെ സസ്പെൻഷൻ രണ്ടാണ്. ഹൗസിന് ഡിസൈഡ് ചെയ്യാത്ത സമയത്തേക്കെന്നുള്ളത്, അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നില്ല. പാർലമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല, അസംബ്ലികളും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴ് പാർലമെൻറ്റ് ആ രീതിയിലേക്ക് നീങ്ങുകയാണ്. അതാണ് സസ്പെൻഷൻ സബ്ജക്റ്റ് ടു എൻക്വയറി എന്നൊക്കെ പറഞ്ഞ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. 2-3 ആം ആദ്മി പാർട്ടി മെമ്പർമാരെയും കോൺഗ്രസ് മെമ്പർമാരെയും ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ട് എന്നിട്ട് ആ മാറ്റർ പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവിലേജസ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഈ കണ്ടംപ്റ്റ് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് അത് പാശ്ചാത്യ ലോകത്തിൽ അതിൻ്റെ പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ
അത് കുറേ കൂടെ അത് സിംപ്ലിഫൈ ചെയ്യുകയും അത് നിർത്തലാക്കാൻ ഉള്ളൊരു അവസ്ഥയിലേക്കാണ് അവർ നീങ്ങുന്നത്. പക്ഷെ നമ്മളതല്ല. ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ ഉയർന്നു വരാവുന്നല്ല ഈ വരുന്നൊരു ക്വസ്റ്റ്യൻ, നിയമനിർമ്മാണ സ്ഥാപനങ്ങളുടെ പാർലമെൻറ്റിൻ്റെയും സംസ്ഥാന നിയമസഭകളുടെയും പ്രാധാന്യം അല്ലെങ്കിൽ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനങ്ങളുടെ മനസ്സിലുള്ളൊരു ഇമേജ് നഷ്ടപ്പെടുന്നതിൽ ഈ സ്ഥാപനങ്ങളിലെ അംഗങ്ങളും വളരെയധികം ഉത്തരവാദികളല്ലേ? ചോദിക്കാൻ കാരണം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇപ്പോൾ പ്രതിഷേധങ്ങളുണ്ടാവും. പക്ഷേ പ്രതിഷേധത്തിന് തിരഞ്ഞെടുക്കുന്ന വഴി, സഭയ്ക്കകത്തുള്ള പ്രതിഷേധം എന്ന് പറയുന്ന എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ചോദ്യോത്തരവേള പോലും പലപ്പോഴും നടക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് വാസ്തവത്തിൽ ഈ ചോദ്യോത്തരവേള ഡിസ്റ്റർബ് ചെയ്യുന്നത് അത് മെമ്പേഴ്സിന് ഉള്ള നഷ്ടമാണത്. ഗവൺമെൻറ്റിന് യാതൊരു നഷ്ടവുമില്ല. അവിടെയാണെങ്കിൽ മന്ത്രിമാർ വളരെ ഹാപ്പിയാണ്, കാരണം അവർക്ക് ആൻസർ പറയണ്ടല്ലോ. മെമ്പർമാരുടെ ഒരു കാര്യമല്ലേ, അവർ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന, അവർക്ക് ഇൻഫർമേഷൻ കിട്ടാതാവും, അവർക്ക് ഡിസ്കസ് ചെയ്യാൻ വയ്യാതെ വരും. ഇങ്ങനെയൊക്കെയുള്ളത് അവരുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമാണത്. ഇപ്പോൾ ഇതിലുള്ള ഒരു ബേസിക്കായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗവൺമെൻറ്റിന് എതിരായിട്ട് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഏത് പരിധി വരെ പോകാം ഒരു സഭയ്ക്കകത്ത് എന്നുള്ളത്, ഇതിനെക്കുറിച്ച് വാസം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. കാരണം പ്രൊട്ടസ്റ്റ് ആകാം, പക്ഷേ ഏത് പരിധി വരെ ഇത് പോകണം? ഒരു സഭയുടെ നടപടികൾ മുഴുവൻ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലാണോ പ്രൊട്ടസ്റ്റ് വേണ്ടിയത്? ഇപ്പം ഞാൻ 1970 പാർലമെൻറ്റിൽ കയറിയ ഒരാളാണ്. 1970 മുതൽ ആ 70കളിൽ ആ ഒരു ഡെക്കേഡ്, അടുത്ത ഡെക്കേഡ്, ഇത് രണ്ടും ഞാൻ ആ സമയത്തൊന്നും തന്നെ ഈ സഭയുടെ നടുക്കളത്തിൽ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് സഭയെ അലങ്കോലപ്പെടുത്തി പോകുന്ന ഒരു ഒറ്റ ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിബേറ്റുകൾ നടന്ന സമയമാണിത്. ഓരോ ബില്ലിനെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ പഠിച്ചു വന്നിരുന്ന്, അത് വളരെ വളരെ എമിനൻ്റായിട്ടുള്ള പാർലമെൻറ്റേറിയൻസ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അവരൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ വാസം പറഞ്ഞാൽ നമ്മൾ ധാരാളം പഠിക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഐ മിസ് ഓൾ ഓഫ് ദം. പ്രൊഫസർ ഹിരൺ മുഖർജി, ഇന്ദ്രജിത് ഗുപ്ത, ജ്യോതിർമയ് ബാസു, അതുപോലെ തന്നെ ശ്യാമനന്ദൻ മിശ്ര, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെ ടോപ്പ് ക്ലാസ് വേൾഡ് ക്ലാസ് പാർലമെൻറ്റേറിയൻസാണ്. അവരൊരു ഇഷ്യൂ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ അതൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടത്. ആ രീതിയിലുള്ള ഡിസ്കഷൻ നടന്നിരുന്നു. ഗവൺമെൻറ്റിനെ എന്ന് പറഞ്ഞാൽ അത് യൂസ് ടു പുട്ട് ദ ഗവൺമെൻറ് ഓൺ ദ മാറ്റ്. ഗവൺമെൻറ് എപ്പോഴും ഒരു സൂചിമനെ നിൽക്കുന്ന പോലാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. ആ രീതിയിലാണ് മധുലിമായി എന്നൊക്കെ പറഞ്ഞാൽ. അതെ, മാത്രമല്ല ഈ അക്രമാസക്തമായ പ്രൊട്ടസ്റ്റ് സഭയ്ക്കകത്ത് നടത്തുന്നതോടുകൂടി ഈ പ്രതിപക്ഷം അവർക്കുള്ള നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് വേണോ? ആ പരിധി വരെ പോകണോ? ഇപ്പം സഭയിൽ ഒരു ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സൂചിമനെ നിർത്താൻ ഡിബേറ്റിലൂടെ സാധിക്കുകയുള്ളൂ, ചോദ്യങ്ങളിലൂടെ സാധിക്കുകയുള്ളൂ. മധുലിമായി എന്ന് പറഞ്ഞൊരു മെമ്പറുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ. ഇദ്ദേഹം ചോദ്യങ്ങളിലൂടെയാണ് പ്രഗത്ഭനായത്. ചോദ്യങ്ങൾ ചോദിച്ച് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാക്കി അങ്ങനെ അദ്ദേഹം ഗവൺമെൻറ്റിനെ വെള്ളം കുടിപ്പിക്കുമായിരുന്നു. മധുരമായി എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ മന്ത്രി വിയർക്കുമായിരുന്നു. ഇതാണ് പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതാണ് അതിൻ്റെ ഏറ്റവും ദീപ്തമായ ഒരു മുഖമായിരുന്നു അന്ന് ഞാൻ കണ്ടത്. ശക്തമായ വളരെ ഡീപ്പായിട്ടുള്ള സെർച്ചിങ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരിൽ നിന്ന് കറങ്ങും. നല്ല തയ്യാറെടുപ്പ് വേണം. അവിടെ എണിച്ചെന്ന് ഷൗട്ട് ചെയ്യാൻ ഒരു തയ്യാറെടുപ്പും വേണ്ട. ഇത് ഒരു കാലഘട്ടം വരെ ഇങ്ങനെയായിരുന്നു. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബേറ്റാണ് പ്രധാനം, അല്ലാതെ മറ്റ് ഒരു ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റും അവിടെയൊന്നും ഇല്ലായിരുന്നു. അതാണ്. പക്ഷേ അതിനുശേഷം ഈ ബാക്ക് ബെഞ്ചേഴ്സാണ് ഈ പ്രൊട്ടസ്റ്റിന് ഒരുങ്ങി മുമ്പോട്ട് വന്നത്. അവർക്കൊരു റോളും ഇല്ലായിരുന്നു. അവർ ബാക്ക് ബെഞ്ചിലിരിക്കുക, അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, അറിയത്തില്ല, വിഷയങ്ങൾ അറിയത്തില്ല, അത് പഠിക്കാറില്ല. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്കുള്ള റോള് കിട്ടി. അവസാനത്തിൽ ഏതോ ഒരു സാഹചര്യത്തിൽ അവർ മുമ്പോട്ടിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതൊരു പതിവായി. പിന്നെ ഇപ്പോൾ അതാണ് നോം.
ന്യൂ നോം എന്ന് പറഞ്ഞ പോലെ അതാണിപ്പം നോം. പക്ഷേ അത് നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിനെ വളരെ വീക്കൻ ചെയ്യുന്ന ഒരു ഏർപ്പാടാണത്. കോടതികളും നിയമനിർമ്മാണ സഭകളുമായിട്ടുള്ള ബന്ധം, കോടതികൾക്ക് എത്രത്തോളം ഈ സഭകളെ നിയന്ത്രിക്കാൻ കഴിയും? ഒരുപാട് പല കേസുകളിലും അമിതമായ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതെങ്ങനെ ഒരു ആരോഗ്യകരമായൊരു ബന്ധം നിലനിർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ കോടതികൾ ഓവർ സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല, അത് ശരിയാണ്. പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്നത് ഈ എക്സിക്യൂട്ടീവിൻ്റെ ഒരു പരാജയം, അവർ നടത്തേണ്ട കാര്യങ്ങൾ അവർ നടത്താതെ വരിക. അങ്ങനെ വരുമ്പോൾ പിന്നെ ആരാണ് ചെയ്യുന്നത്? അത് കോടതി ഏറ്റെടുക്കും. കോടതി ഏറ്റെടുക്കും, വേറെ ആരുമില്ല. ലെജിസ്ലേച്ചറൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിനും ലെറ്റ് ദ കോർട്ട് ഡിസൈഡ് എന്ന് പറയുന്ന ഒരു പ്രവണത ഈ എക്സിക്യൂട്ടീവിന് വളർന്നു വന്നിട്ടുണ്ട്. അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമായിട്ട് അവർ നോക്കുന്നുണ്ട്. ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തന മേഖലയിൽ സാധാരണഗതിയിൽ കോടതികൾ കടന്നു ചെല്ലാൻ പാടില്ലാത്ത മേഖലയിൽ കോടതികൾ ഇടപെടുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ നിയമസഭ എന്ന് കൂടണം, എങ്ങനെ കൂടണം, എന്തായിരിക്കണം അതിൻ്റെ അജണ്ട, എന്തൊക്കെ കോടതി വിധികളിൽ വന്നിട്ടുണ്ട്. അതെ, അത് 2-3 സന്ദർഭങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ സോമനാഥ് ചാറ്റർജിയൊക്കെ ഇത് സ്പീക്കറായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രിസൈഡിങ് ഓഫീസേഴ്സിൻ്റെ കോൺഫറൻസ് കൂടി അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കോടതിക്ക് യാതൊരു കാരണവശാലും ചെന്ന് കയറാൻ പാടില്ലാത്തൊരു ഏരിയയാണ്. അതെ, ഭരണഘടന തന്നെ പറയുന്നുള്ള കാര്യം. അതെ, അത് അവിടെ ഒരിക്കലും അവർക്ക് ചെന്ന് കയറാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവിടെ കയറി എന്നുള്ളത് ശരിയാണ്. അങ്ങനെ പലയിടത്തും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലികളിൽ പലയിടത്തും അജണ്ട നിശ്ചയിക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് അവിടെ ടേപ്പ് റെക്കോർഡ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടേ, അതൊന്നും കോടതിയുടെ വിഷയമല്ലത്. അത് ലെജിസ്ലേച്ചർ തീരുമാനിക്കേണ്ട സംഗതികളാണതെല്ലാം. ആ അർത്ഥത്തിൽ ആ ഒരു 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 കൈൻഡ് ഓഫ് ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഓവർ സ്റ്റെപ്പിംഗ് ഓഫ് ദ ബൗണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി നടക്കുന്നുണ്ട്.